എന്ന് പറഞ്ഞവരെ, ഇന്ന് ദൈവമാതാവായ കന്യാമറിയത്തിന്റെ തിരുനാളാണ്, അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതൃത്വ തിരുനാളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തെ എലിസബത്ത് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്നൊക്കെ ചോദിക്കുന്ന ആ സുവിശേഷഭാഗം നമ്മൾ വായിച്ചായിരുന്നു. ഇന്നത്തെ സുവിശേഷഭാഗത്തില് പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ അടുത്തേക്ക് വരുന്നു. എലിസബത്ത് ആ സമയത്ത് പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുകയാണ്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്നൊക്കെ ചോദിച്ച് പ്രകീർത്തിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്: പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്ന് നമ്മൾ വായിക്കുകയാണ്. അതായത് ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ ഒരാളുടെ വചനം, വാക്ക് ഒരാളുടെ ചെവികളിൽ പതിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്നു. ഇത് തന്നെയാണ് ഒരു ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം, അല്ലെങ്കിൽ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഇന്ദ്രിയങ്ങളിലൂടെ ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നു. അത് നമ്മുടെ ഉള്ളില് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷത്തിലെ എലിസബത്തിന്റെ ജീവിതത്തില് നടന്നതുപോലെ തന്നെ വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലും പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ നടക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.